ഹലോ ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ലുലു മാളിലോട്ടാണ്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കാരണം ഇന്ന് എൻ്റെ മാതാശ്രീയുടെ ബർത്ത്ഡേ ആണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ഇവിടെ സർപ്രൈസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ നേരെ വന്ന് ലുലു മാളിൽ നേരെ ഫാഷൻ ഷോയിലോട്ടാണ് ആദ്യം കയറി. നവരാത്രിയുടെ ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തുടക്കത്തിൽ. അത്യാവശ്യം കട നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ അന്ന് വന്ന് അത്രയും ചന്ദനക്കോണം ഫീൽ ഇല്ലെങ്കിലും കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റോർ മൊത്തം ചുമ്മാ തെണ്ടി തിരിഞ്ഞ് കുറേ നേരം കറങ്ങി കണ്ട പിയാനിലൊക്കെ കുത്തിക്കളിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ട് ഞാൻ പോയി. നമ്മുടെ പാവക്കുട്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു, നല്ല മൊത്തം ടോയ്സ് ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടപ്പോഴത്തേക്ക് എല്ലാത്തിനും 1000-ൻ്റെയും ഒക്കെ മണ്ടയ്ക്കാണ് പോയിരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നത് മൊത്തം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കായിരുന്നു. പിന്നെ ഇതിനെയൊക്കെ നോക്കി കുത്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടു. എല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് പനിയാണെന്ന് പറയാൻ പോലും പറ്റുന്നില്ല ഗീസ്. ഇതാണ് എൻ്റെ കുഞ്ഞനീതി. ഇതിനെ ട്രോളിക്കാതെ തള്ളിക്കൊണ്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലുലു മാളിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കേക്ക് മേടിക്കാനായിട്ടായിരുന്നു. ഇവിടെ നിന്ന് താഴത്തെ സ്റ്റോറിൽ നിന്ന് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് സത്യം പറയില്ല, അവിടെ കട അടച്ചു പോയി. മണ്ടയ്ക്ക് ഇന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് താഴെ നമുക്ക് കേക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ ഒരു അടുത്തുള്ള ബേക്കറിലോട്ട് വിട്ടു. സമയം ഒരു 12 മണിയൊക്കെ ആറായതുകൊണ്ട് തന്നെ കടകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പിച്ച കടയിലും കിട്ടിയ കടയിലൊക്കെ നമ്മൾ കിട്ടിയ കേക്കും വെച്ച് ഒപ്പിക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അത്യാവശ്യം നല്ല കേക്കാണ് കിട്ടിയത്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു മേടിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ലുലു മാളിൻ്റെ അവിടെ തന്നെ ഒന്ന് മുറിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഈ മുറിച്ച് തരുന്ന ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളോട് ഓരോരോ കാര്യം ചോദിച്ചു നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചാണ് പുള്ളി എല്ലാം ചെയ്തു തന്നത്. അതൊക്കെ നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കി പാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സമയമാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇങ്ങനെ സമയമാകുമ്പോൾ വെയിറ്റ് ചെയ്ത് അവസാനം 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് കൊടുത്തു. കേക്കൊക്കെ മുറിച്ച് അത്യാവശ്യം ഹാപ്പിയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോയി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷം. വീഡിയോസൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പനിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലാഗ് അടിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കും. ബൈ.